പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, സമസ്ത വാർഷിക പരീക്ഷ തദ്രീബു തിലാവ ഖുർആൻ ഹിഫ്ള് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ചോദ്യങ്ങൾ ഏത് രൂപത്തിലായിരുന്നു വന്നിരുന്നത്? ഏതൊക്കെ ഭാഗങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്? ഏതൊക്കെ സൂറത്തുകൾ കാണാതെ പഠിക്കണം? ഹിഫ്ളിന് പുറമെ മറ്റെന്തെങ്കിലും ദിക്റുകളോ ദുആകളോ പഠിക്കേണ്ടി വരുമോ? എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് തദ്രീബു തിലാവയുടെ ഒരു മോഡൽ ചോദ്യപേപ്പർ ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ നിങ്ങൾക്ക് കാണാം, യോജിച്ചവ ചേർക്കാം എന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചിലപ്പോൾ ചോദ്യം തന്നിട്ട് ശരിയായതിനേക്ക് ടിക്കറ്റ് കൊടുക്കാനുണ്ടാവും. അധികവും അങ്ങനെയായിരിക്കും ചോദിക്കുക. കാരണം കഴിഞ്ഞ പരീക്ഷയ്ക്കൊക്കെ അങ്ങനെയാണ് ചോദിച്ചത്. ഈ ഒരു പരീക്ഷയ്ക്കും ടിക്കിടാനായിരിക്കും ചോദിക്കുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ടിക്കിടുന്ന സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഇനി ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണെങ്കിൽ നല്ലോണം ആലോചിച്ച് ശ്രദ്ധിച്ച് നമ്മൾ തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കുക. ഇപ്പോൾ ഒന്നാമത് ചോദിച്ചിട്ടുള്ള മദ്ദു ലാസിമാണ്. ലാസിമായ മദ്. ലാസിമായ മദ് നമുക്കറിയാം, മദ്ദക്ഷരത്തിനു ശേഷം സുക്കൂനുള്ള അക്ഷരം. ആ സുക്കൂന് അതിൽ സ്ഥിരമാണ്, ഏത് ഘട്ടത്തിലും അത് പോവില്ല. അങ്ങനത്തെ സുക്കൂനാണ് മദ്ദക്ഷരത്തിൻ്റെ ശേഷമുള്ള ആ അക്ഷരത്തിന് വന്നതെങ്കിൽ അവിടെയുള്ള മദ്ദാണ് മദ് ലാസിമ്. അത് ഏതാണ് പുസ്തകത്തിൽ ഉദാഹരണ സഹിതം കൊടുത്തിട്ടുണ്ട്. ആൽ ആന എന്ന് പറയുന്ന ഒരു വാക്കായിരുന്നു. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. രണ്ടാമത്തത് ഹുറൂഫുൽ ലീനാണ്. ലീനിൻ്റെ അക്ഷരങ്ങൾ ലീനായിട്ട് വരുന്നത് ഇപ്പോൾ ഫതഹിന് ശേഷം യാ, ഫതഹിന് ശേഷം വാവ്. ഈ രണ്ട് കാര്യങ്ങളാണ് ലീനുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഫതഹുള്ള അക്ഷരത്തിനു ശേഷം, അത് ഫതഹുള്ള ഏത് അക്ഷരമാവട്ടെ, അതിന് ശേഷം സുക്കൂനുള്ള യാ വരുമ്പോഴും അതുപോലെ തന്നെ ഫതഹുള്ള ഏത് അക്ഷരത്തിനു ശേഷം സുക്കൂനുള്ള വാവ് വരുമ്പോഴും അവിടെ ഹുറൂഫുൽ ലീൻ എന്നുള്ള സംഭവം ഉണ്ടാകും. നമ്മൾ പാഠത്തിൽ പഠിച്ചതാണ്. അപ്പോൾ അത് ഐ ഔ എന്നുള്ളതാണ്. ഇനി അൽ മദ്ദുൽ മുത്തസിൽ. മദ് മുത്തസിൽ ഏതാണ്? ഇതിന് മദ് മുത്തസിലിനോട് യോജിച്ചത് ജാഅയാണ്. മദ്ദക്ഷരത്തിനു ശേഷം ഹംസ അതേ കലിമത്തിൽ തന്നെയാണ്, ഒരൊറ്റ പദത്തിലാണ് മദ്ദക്ഷരവും ഉള്ളത് ഹംസയും ഉള്ളത് എങ്കിൽ അവിടെ മദ് മുത്തസിലായിരിക്കും. ഇനി വേറെ വേറെ കലിമത്തിലാണ്, ആദ്യത്തെ കലിമത്തിലാണ് മദ്ദക്ഷരം ഉള്ളത്, പിന്നെ ഹംസ വരുന്നത് അപ്പുറത്തെ കലിമത്തിലാണ്, അങ്ങനെയെങ്കിൽ അത് മദ് മുൻഫസിലായിരിക്കും. അപ്പോൾ മദ് മുൻഫസിലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, മദ് ലാസിം, ആരിൽ, ഹുറൂഫുൽ ലീൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അതിൻ്റെ ഉദാഹരണങ്ങൾ കൃത്യമായി പഠിക്കുക. അതോടൊപ്പം തന്നെ അള്ളാ എന്ന് പറയുന്നതിലുള്ള തഫീമ് തർക്കീക്ക്, റാ റീ ഉറു എന്ന് പറയുന്നതിലുള്ള തഫീമ് തർക്കീക്ക്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഉദാഹരണങ്ങളിൽ ടിക്കിടാനൊക്കെ വരുമ്പോൾ നമുക്കറിയണമെങ്കിൽ ഇവകളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഐഡിയ നമുക്കുണ്ടാവണം. പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ തെറ്റിന് വലിയ മാർക്ക് നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തത് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അതിൽ ഒന്ന്, ഇസ്തിലാഹിൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വായ നിറഞ്ഞ ശബ്ദമുണ്ടാകണം എന്നാണ് പൂരിപ്പിക്കാനുള്ളത്. രണ്ട്, കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾക്ക് ഹർക്കത്ത് പോലെ തന്നെ സുക്കൂനും വ്യക്തമായി ഉച്ചരിക്കണം. ഇപ്പോൾ ക എന്ന് പറയുന്ന പോലെ തന്നെ ഖ് എന്ന് കൃത്യമായി പറയണം. ഖ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ബ് എന്ന് പറയുന്നത് ബ എന്ന് പറയുന്ന പോലെ തന്നെ ബ് എന്നും പറയണം. ബ് എന്ന് പറഞ്ഞ് ആ ബ് എന്ന് പറയുമ്പോൾ കേൾക്കാത്ത രൂപത്തിലുള്ളത് പറ്റില്ല. കാരണം കൽക്കലത്തിൻ്റെ അക്ഷരമാണെങ്കിൽ നമ്മൾ അതിന് ഫത്തവും കസറും കൊടുക്കുന്ന പോലെ തന്നെ സുക്കൂനും നല്ല അങ്ങോട്ട് വെളിവായി ബ് ഓ അങ്ങനെ കൃത്യമായിട്ട് തന്നെ വരണം. അതാണ് അതിലൂടെ പറഞ്ഞത്. ഇനി അടുത്തത് ഇസ്തിലാഹിൻ്റെ അക്ഷരങ്ങൾക്ക് റൗണ്ട് ചെയ്യുക എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഇസ്തിലാഹിൻ്റെ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ഹുസ്സ, ലേത്തിൻ, ഖില് എന്നുള്ള വാക്കിൽ വരുന്നതാണ് ഇസ്തിലാഹിൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഇസ്തിലാഹിൻ്റെ അക്ഷരങ്ങൾ, കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളൊക്കെ എല്ലാവരും നിർബന്ധമായും പഠിക്കുക. ഇനി അടുത്ത് നാലാമത്തത് വ്യക്തമാക്കുക എന്നുള്ളതാണ്. ഇൽഹാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സുക്കൂനുള്ള മീമിന് ശേഷം മീമും ബാവും അല്ലാത്ത ഏത് അക്ഷരം വന്നാലും മീമിന് ഉന്നത്ത് നൽകാതെ വ്യക്തമായി ഉച്ചരിക്കണം. എങ്ങനെയാണോ ഉള്ളത് അതുപോലെ ഉച്ചരിക്കുക. അതാണ് ഇൽഹാർ. രണ്ട്, ഇദ്ഗാം എന്ന് പറഞ്ഞാലോ സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീം വന്നാൽ
രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ഷദ് ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചതാണ്. ഓരോരുത്തരെയും ഓർമ്മയിലുണ്ടോ എന്നൊന്ന് ഉറപ്പുവരുത്തുക. ഇനി ഇഖ്ഫ എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരം ലയിപ്പിച്ച് സുക്കൂനുള്ള മീമിന് ശേഷം താഴെ എഴുതി കൊടുത്തിട്ടുണ്ട്. സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ മീമിനെ ബായിൽ അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം. ഇതിനാണ് ഇഖ്ഫാ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്, നഷ്ടപ്പെടുത്തി കളയരുത്. ഇനി അടുത്തത് ഹുറൂഫുൽ കൽക്കല. കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? കുത്തുബ് ജദ് എന്നുള്ളതാണ് അതിൻ്റെ ഷോർട്ട് ഫോം. കാഫു, ത്വാ, ബാ, ജീമ്, ദാല് എന്നുള്ളതാണ്. ഇനി ഹറഫുൽ ഇദ്ഗാം. ഇദ്ഗാമിൻ്റെ അറഫ് ഏതാണ്? മീമാണ് ഇദ്ഗാമിൻ്റെ അറഫ്. കാരണം അതിൽ നമ്മൾ ഷദ്ദുള്ള മീമാക്കി ഉച്ചരിക്കുന്നൊക്കെ പറഞ്ഞില്ലേ. ഇനി ഹറഫുൽ ബാ ഏതാണ്? ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങൾ. ഇഖ്ഫായിൻ്റെ അക്ഷരമായി വരുന്നത് ബാ ആണ്. അപ്പോൾ ഇതാണ് മോഡൽ ചോദ്യപേപ്പർ. ഇനി ഖുർആൻ നമ്മൾ തുടക്കം മുതൽ വർഷത്തിൻ്റെ ആദ്യം ഫുർഖാൻ മുതൽ നമുക്ക് ഇപ്പോൾ ഏത് വരെയാണ് എടുത്തത് ആ ഭാഗം വരെ നമ്മൾ ഖുർആൻ നല്ലോണം ഓതണം. അവിടുന്ന് ഏത് ഭാഗത്ത് നിന്ന് നമ്മളോട് ചോദിച്ചേക്കാം. ഇന്ന ഭാഗം എന്നൊരിക്കലും നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. ഇനി ഹിഫ്ളിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് ഹിഫ്ള് നമുക്ക് പഠിക്കാൻ തന്ന സൂറത്ത് ബയ്യന മുതൽ ലൗ അൻസൽന വരെയുള്ള സൂറത്തുകൾ, ആയത്തുകൾ. അതിൽ ആമനു റസൂലും അതുപോലെ തന്നെ ആയത്തുൽ കുർസിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവസാനം എടുത്ത 3 ആയത്തുൽ കുർസി, ലൗ അൻസൽന, അതേ പ്രകാരം തന്നെ ആമനു റസൂലും. ഇത് 3 പഠിച്ചാൽ തന്നെ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്കുള്ള മറ്റു സൂറത്തുകളും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് 3 ഇനി അതിന് ശേഷം നമ്മുടെ തദ്രീബ് തിലാവയുടെ അവസാനം ഓരോ പാഠത്തിൻ്റെയും അവസാനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ദുആ ഉൽ ഖുർആൻ എന്ന് പറഞ്ഞൊരു ദുആ ഉണ്ട്. ആ ദുആ ഉറപ്പായും 20 മാർക്കിനുണ്ടാകും. അപ്പോൾ എല്ലാം പഠിച്ചു വെച്ചവർക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. ഇനി എല്ലാം പഠിക്കാൻ സമയമില്ലെങ്കിൽ പാഠത്തിൻ്റെ അവസാനത്തിൽ വരുന്ന 3-4 പാഠത്തിലുള്ള ദുആകൾ പഠിച്ചു വെക്കുക. ഏതെങ്കിലും ഒന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ നല്ല രൂപത്തിൽ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മുഴുവൻ മാർക്കും നേടാൻ കഴിയും. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ല വിജയമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോകൾ ചെയ്യണം. അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.